രാമക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഓരോ വാർത്തയും രാമഭക്തരെ സന്തോഷിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. എന്നാൽ ഈ വരുന്ന വാർത്ത രാമഭക്തർക്ക് ഒരല്പം നിരാശ നൽകുന്നതാണ്. ഈ വർഷം രാമനവമിയിൽ രാംലല്ലയുടെ നെറ്റിയിൽ സൂര്യകിരണങ്ങൾ പതിക്കുക സാധ്യമല്ലെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അറിയിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണം പൂർത്തിയായിട്ടില്ല. നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷമേ ഇതിന് കഴിയൂ എന്നാണ് ശാസ്ത്രജ്ഞരുടെ സംഘം പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2 രാമനവമിക്ക് ശേഷമേ രാംലല്ലയുടെ നെറ്റിയിൽ സൂര്യകിരണങ്ങൾ പതിക്കുന്നത് ദൃശ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. രാമനവമി ദിനത്തിൽ അയോധ്യയിൽ 30 ലക്ഷത്തോളം ഭക്തർ എത്തുമെന്നാണ് റിപ്പോർട്ട്. രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ ദ്വിദിന യോഗമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര അധ്യക്ഷനായിരുന്നു. അടുത്ത 18 മാസത്തിനുള്ളിൽ ക്ഷേത്രത്തിന്റെ 1ാം നില, 2ാം നില, പാർക്കോട്ട, ശേഷവതാർ ക്ഷേത്രം, സപ്തർഷി ക്ഷേത്രം എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് ചമ്പത് റായ് അറിയിച്ചു. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം നിർമ്മിക്കുന്ന പാസഞ്ചർ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നിർമ്മാണത്തിന്റെ പകുതിയും പൂർത്തിയായി. ഏപ്രിൽ 14 മുതൽ ഭക്തർ രാമനവമി ആഘോഷങ്ങൾക്കായി അയോധ്യയിൽ എത്തിത്തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. രാമജന്മോത്സവം ഏപ്രിൽ 17-നാണ് ആഘോഷിക്കുക. രാമനവമി ഉത്സവത്തോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് രാമഭക്തർ ഒരാഴ്ചയോളം ഇവിടെ സന്നിഹിതരായി. 2.25 ലക്ഷം ഭക്തർ മാർച്ച് 10-ന് രാംലല്ലയെ ദർശിച്ചതായി അദ്ദേഹം പറഞ്ഞു. മാർച്ച് 17-ന് ഏകദേശം 1.25 ലക്ഷം ഭക്തരാണ് രാംലല്ലയെ ദർശിച്ചത്. സാധാരണ ഈ ദിവസങ്ങളിൽ 1 ലക്ഷം മുതൽ 1.25 ലക്ഷം വരെ സന്ദർശകരാണ് ദർശനത്തിന് എത്തുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം തുടരുകയാണ്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ മുതൽ മാർച്ച് 20 വരെ 1,12,00,000 ഭക്തർ അയോധ്യ സന്ദർശിച്ചതായി സംസ്ഥാന ടൂറിസം വകുപ്പ് പറയുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഉത്സവങ്ങളിലും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. ഈ സംഖ്യ ഇനിയും കൂടുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം വർദ്ധിച്ചതായി സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് അറിയിച്ചു. ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് 2017-ന് ശേഷം അയോധ്യയിലെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെ 6:30-നാണ് ക്ഷേത്രം തുറക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിവരെ ദർശനത്തിന് അവസരമുണ്ടാകും. ഉച്ചതിരിഞ്ഞ് 2:30-ന് രാമക്ഷേത്രം വീണ്ടും തുറക്കും. രാത്രി 10 മണിവരെ ഭക്തർക്ക് ക്ഷേത്ര ദർശനം നടത്താൻ അവസരമുണ്ടാകും. ദർശന പ്രധാനമായ 6 ആരതികളാണ് രാമക്ഷേത്രത്തിലുള്ളത്. രാവിലെ 3 ആരതിയും ഉച്ചയ്ക്ക് ശേഷം 3 ആരതികളുമാണ് നടക്കുന്നത്. പുലർച്ചെ 4:30-നാണ് മംഗള ആരതി നടക്കുക. രാവിലെ 6:30 മുതൽ 7 മണിവരെയാണ് ശൃംഗാർ ആരതി നടക്കുന്നത്. 11:30-ക്ക് ഭോഗ് ആരതി നടക്കും. ഉച്ചതിരിഞ്ഞ് 2:30-ക്ക് മധ്യാഹ്ന ആരതി, സന്ധ്യയ്ക്ക് 6:30-ന് സന്ധ്യ ആരതിയും രാത്രി 8:30 മുതൽ 9 വരെ ശയൻ ആരതിയും നടക്കും. ഇക്കൊല്ലം എന്തായാലും രാമക്ഷേത്രത്തിൽ ഉത്സവങ്ങളുടെ പെരുമഴക്കാലമാണ്. നിരവധി ഉത്സവങ്ങളാണ് മാർച്ച് മാസം കഴിഞ്ഞാൽ രാമക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. എന്തായാലും ഹോളിയും അതിഗംഭീരമായി തന്നെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് രാമക്ഷേത്രം. ന്യൂസ് ഡെസ്ക്